ആ ഒരു മാനസിക അവസ്ഥ ആർക്കും ഉണ്ടാകാം, നമുക്കൊക്കെ ഉണ്ടാകാം. നമുക്കൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് ഇതിന് കൂടുതൽ പ്രസക്തിയുണ്ട്. കാര്യം ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ സന്തോഷം മശിഹയും ഈ അവസ്ഥയിലൂടെ കടന്നുപോയി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും ഈ പ്രവചന ഭാഗങ്ങൾ വിശദീകരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ആ വിശദീകരണത്തിലെ പാളിച്ച എന്ന് പറയുന്നത് ഇതൊന്നും നമുക്ക് വേണ്ടിയുള്ളതല്ല എന്ന നിലയിൽ പലപ്പോഴും ആളുകൾ വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ വേദപുസ്തകത്തിലെ വേദഭാഗങ്ങളൊക്കെ നമുക്ക് വേണ്ടിയുള്ളതാണ്. ഇറ്റ് ഈസ് ഫോർ us. നമുക്ക് വേണ്ടി അത് മനസ്സിലാക്കാൻ, ഒന്നാമത് നമുക്ക് വേണ്ടി മനസ്സിലാക്കണം. ഇത് എഴുതിയ ആൾ ഈ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട്. മശിഹ ഈ അവസ്ഥയിലൂടെ കടന്നുപോയി. നമുക്കും ഈ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. അതാണ് ഈ പ്രവചനങ്ങളിൽ പലപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം. അല്ലെങ്കിൽ പിന്നെ ഈ വാക്കുകൾക്ക് നമുക്കെന്താണ് പ്രസക്തി? ഇതൊരു തലയിൽ മാത്രം ഇരിക്കേണ്ട ഒരു കാര്യമല്ലല്ലോ. പലപ്പോഴും നമുക്ക് വേദപുസ്തകത്തിൻ്റെ വലിയൊരു പ്രോബ്ലം അതാണ്. വ്യാഖ്യാനിക്കുമ്പോൾ തലയിൽ കൂടെ കയറിപ്പോകുന്ന ഒരു കാര്യമെന്ന നിലയിൽ മാത്രമാണ് നമ്മൾ കാര്യങ്ങളെ കാണുന്നത്. എന്നാൽ ഇവിടെ എന്താ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇറ്റ് ഈസ് ആൻ എക്സ്പീരിയൻസ് ഓഫ് ദ സാമിസ്റ്റ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ആൻ എക്സ്പീരിയൻസ് ഓഫ് ദ മെസായ ആൻഡ് ഇറ്റ് ക്യാൻ ബി ആൻ എക്സ്പീരിയൻസ് ഫോർ യു ആൻഡ് മീ. നിങ്ങൾക്കൊക്കെ നമുക്കൊക്കെ ഈ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. പലപ്പോഴും ഇവിടെ യേശു കർത്താവ് ഈ ചോദ്യം ചോദിക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണ്? കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സഹായം പ്രതീക്ഷിച്ചത് ആരിൽ നിന്നാണ്? അവൻ്റെ പിതാവിൽ നിന്നാണ്. ഈ സമയത്ത് അവൻ്റെ പിതാവ് അവനെ കൈവിടുകയാണ്. അതിന് സ്പിരിച്വലായിട്ടുള്ള റീസൺസ് ഉണ്ടോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ അവൻ്റെ പിതാവ് അവനെ കൈവിട്ടപ്പോൾ അവനത് അസഹനീയമായി പോയി. കൈവിടപ്പെട്ടു എന്നുള്ളൊരു ധാരണ ഉണ്ടാകുന്നത് എപ്പോഴാണ്? പ്രോമിസ് മാറ്റുമ്പോഴാണ് കൈവിടപ്പെട്ടു എന്നുള്ളൊരു ധാരണ ഉണ്ടാകുന്നത്, ഇല്ലേ? നമുക്ക് ദൈവം നൽകുന്നൊരു വാഗ്ദത്തം നിർവഹിച്ചില്ലെങ്കിലാണ് നമുക്ക് എന്ത് തോന്നുന്നത്? നമ്മളെ ഒരാൾ കൈവിട്ടുമെന്ന്. ഞാനൊരാളോട് ഇപ്പോൾ എനിക്കൊരു 10,000 രൂപയുടെ അല്ലെങ്കിൽ 1,00,000 രൂപയുടെ ആവശ്യമുണ്ടായി എന്ന് വയ്ക്കുക. ഈ 1,00,000 രൂപയുടെ ആവശ്യമുണ്ടായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ രാജമാസ്റ്റർ അടുത്ത് എന്നിട്ട് പറയുകയാണ്, എന്നാലും പാസ്റ്റർ എന്നെ കൈവിട്ടല്ലോ എന്ന് ഞാൻ പറയുമോ? ഇല്ല. കാരണം അദ്ദേഹം എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എന്നാൽ കൈവിട്ടല്ലോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? പാസ്റ്റർ വന്നിട്ട് എന്നോട് പറയണം, സാരമില്ല, ഞാൻ ആ പൈസ കൊടുത്തോളാം, അല്ലെങ്കിൽ ഞാനത് കൈകാര്യം ചെയ്തോളാം. പൈസ കൊടുത്തോളാം എന്നല്ല, അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല, ഐ വിൽ മാനേജ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്കത് തരാതിരിക്കുകയും എൻ്റെ വീട് ജപ്തി ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, എന്നാലും എന്നെ കൈവിട്ടല്ലോ. അതായത് പ്രോമിസ് ഇല്ലാതെ ആകുമ്പോഴാണ് പൊതുവെ നമ്മൾ എന്ത് പറയുന്നത്? കൈവിടപ്പെട്ടു എന്ന് നമുക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ മറ്റൊരാളുടെ കാര്യത്തിൽ ചെയ്യാത്ത ഒരു കാര്യം. ഇവിടെ സങ്കീർത്തനം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം ഇതാണ്. അതിൻ്റെ 22-ാം സങ്കീർത്തനം വായിക്കുമ്പോഴത്തേക്ക് വേഴ്സ് 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു. അവർ നിങ്ങൾ ആശ്രയിച്ചു, ലജ്ജിച്ചു പോയതുമില്ല. നോക്ക്, പിതാക്കന്മാരുടെ ജീവിതത്തിൽ അവർ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ നീ കേട്ടു, അവരെ നീ വിടുവിച്ചു, അവർ ലജ്ജിച്ചു പോയില്ല. പക്ഷേ എൻ്റെ കാര്യം വന്നപ്പോൾ നീ എന്നെ കൈവിട്ടു. ഇങ്ങനെ പഠിക്കുമ്പോഴാണ് അതിൻ്റെ ആഴം നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുള്ളൂ സഹോദരങ്ങളെ? ഓക്കെ. അല്ലെങ്കിൽ ഇതിനകത്ത് എന്നെ കൈവിട്ടതെന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയൊന്നുമില്ല. അതായത് മറ്റുള്ളവരുടെ എല്ലാം പ്രാർത്ഥന കേൾക്കുന്നു. ഒരുപക്ഷെ എൻ്റെ തന്നെ കഴിഞ്ഞ കാലത്തിലെ പ്രാർത്ഥനകളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ പ്രതിസന്ധിയുടെ അങ്ങേയറ്റത്ത് വന്നപ്പോഴത്തേക്ക് എന്നെ കൈവിടുന്നു. ഒരുപക്ഷെ യേശു കർത്താവ് പിതാവിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഞാൻ എല്ലായ്പ്പോഴും നീ കൽപ്പിച്ചത് മാത്രം ചെയ്തു, നീ എന്നോട് പറഞ്ഞതെല്ലാം ഞാൻ നിർവഹിച്ചു, നീ എന്നിൽ വസിച്ചുകൊണ്ട് നീ നിന്റെ പ്രവൃത്തി ചെയ്തു. അങ്ങനെയാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കാണുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. എന്നിട്ട് എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? എന്താണ് എൻ്റെ പ്രതിസന്ധിയുടെ ആ സമയത്ത് ഇവിടെ പറയുന്ന കാര്യം അതാണ്. നീ എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്ത്? എൻ്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നെങ്കിലും നീ ഉത്തരമരുന്നില്ല, രാത്രികാലത്ത് ഞാൻ വിളിക്കുന്നു, എനിക്ക് ഒട്ടും മൗനതയില്ല. ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, അവരെയൊക്കെ നീ വിടുവിച്ചു, പക്ഷേ എന്നെ നീ എന്താണ് വിടുവിക്കാത്തത്? വാഗ്ദത്തം ചെയ്തിട്ട് മാറുന്ന ഒരു സ്റ്റേജ് നമുക്കൊക്കെ ഉണ്ടായേക്കാം. ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഭാഗമല്ല എങ്കിലും സംടൈംസ് ഈവൻ ഐ ഫെൽറ്റ് ലൈക്ക് ദാറ്റ്. എനിക്കും തോന്നിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ. നമുക്കൊരു ചിന്തയുണ്ട്,
ഇങ്ങനെയൊക്കെ തോന്നിയാൽ ഇത് പറയണം. ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ദൈവസന്നിധിയിൽ ജെനുവിൻ ആയിരിക്കണം. നമ്മളെപ്പോഴും ദൈവസന്നിധിയിൽ ജെനുവിൻ ആയിരിക്കണം. ഞാൻ എൻ്റെ ഒരു സുഹൃത്തൊരു പയ്യനുണ്ട്, അവൻ്റെ പിതാവ് മരിച്ച സമയത്ത് ഞാൻ ഇന്ത്യയിലില്ലായിരുന്നു. ഞാൻ തിരിച്ചു വന്ന സമയത്ത് അവനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവനിങ്ങനെ പറഞ്ഞു, അപ്പിച്ചായി മരിച്ചു. എനിക്കതിനകത്ത് വലിയ സങ്കടമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാലും എനിക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ. ലോകത്തിലുള്ള എല്ലാവരും എൻ്റെ അപ്പിച്ചായിക്ക് വേണ്ടി, അപ്പിച്ചായി നാം വിളിച്ചുകൊടുക്കും, അപ്പിച്ചായിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ ബ്രദറിലോ ഒരു ഇൻ്റർനാഷണൽ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം മുഖേന ലോകത്തിലുള്ള എല്ലാ ആളുകളും ഈ വ്യക്തിയുടെ രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കി. ലോകത്തിലുള്ള എല്ലാ വിശുദ്ധന്മാരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും ഇവരുടെ എല്ലാം പ്രാർത്ഥന ഉണ്ടായിട്ടും അപ്പിച്ചായി എന്താ മരിച്ചത്? എന്തുകൊണ്ടാണ് ദൈവം ഇത്രയും പേരുടെ പ്രാർത്ഥന കേൾക്കാതെ ഇരുന്നത്? നമുക്ക് പലപ്പോഴും എത്രയോ സമയങ്ങളിൽ ഇങ്ങനെയുള്ള സന്ദർഭം ഉണ്ടായിട്ടുണ്ടല്ലേ? എത്രയോ സമയം നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചിട്ടും എല്ലാവരും ഉപവസിച്ചിട്ടും എല്ലാവരും കരഞ്ഞിട്ടും നമ്മളിപ്പം വിടുവിക്കുമെന്ന് പ്രവാചകന്മാരെല്ലാം വന്ന് പറഞ്ഞിട്ടും ഒരാൾ മരിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലെ ഒരു ഭയങ്കര ചോദ്യമാണ്, ഇത്രയും പേര് പ്രാർത്ഥിച്ചിട്ട്, ഇത്രയും പേര് ഉപവസിച്ചിട്ട്, ഇത്രയും പേര് കരഞ്ഞിട്ട്, ഇത്രയും പ്രവചനമുണ്ടായിട്ട് എന്താ ഇത് നടക്കാഞ്ഞേ? ആ മോൻ പറഞ്ഞതാണ്, നമുക്ക് ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. ഏറ്റവും ഒടുവിൽ നമ്മുടെ ഒരു ആശ്വാസമാണ്, നമുക്ക് ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു, മോനെ അതാരാ നിന്നോട് പറഞ്ഞത്? അല്ല, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു, നിന്നോട് ആരാ പറഞ്ഞ ചോദ്യങ്ങൾ അങ്ങനെയാണല്ലോ എല്ലാവരും പറയുന്നത്. ഞാൻ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, നിനക്ക് ചോദ്യങ്ങളുണ്ട്, ചോദിച്ചോ മോനെ. അതെന്തൊരു കഷ്ടമാണ്, നിന്നെ ചോദ്യം ചോദിക്കാൻ പോലും സമ്മതിക്കാത്ത ഒരു ദൈവം. അങ്ങനെ ഒരു ദൈവമുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ഈ വേദപുസ്തക വാക്കുകളെയും മറ്റും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് മനസ്സിലൊരു ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റാത്ത ദൈവം എന്ന് പറഞ്ഞാൽ എന്തോ ദൈവമാണ് അത്? യു ആസ്ക് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ചോദിക്കുക, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റത്തില്ലെങ്കിൽ ആദ്യം ദൈവം കോപിക്കേണ്ടത് സ്വന്തം പുത്രനോടാണ്. സ്വന്തം മകനാണ് ചോദിക്കുന്നത്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? ഇല്ലേ? യു ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ്. നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകൾ ദൈവസന്നിധിയിൽ പകരാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ദൈവസന്നിധി നിങ്ങൾ ജെനുവിനായിരിക്കണം. ദൈവസന്നിധിയിൽ നിങ്ങളുടെ ഹൃദയം നിങ്ങൾ പകരണം. യേശു കർത്താവ് അത് തന്നെ ചെയ്തു. അവൻ്റെ ഹൃദയത്തിലെ അതുകൊണ്ടാണ് ഞാൻ ഈ വേദപുസ്തകത്തെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കാര്യം ഇതൊരു ജെനുവിൻ ബുക്കാണ്. ഇതിനകത്ത് കള്ളത്തരങ്ങളില്ല. ഇതിനകത്ത് മനുഷ്യൻ്റെ വികാരങ്ങളും ചിന്തകളും എല്ലാം പച്ചയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിനകത്ത് മറകളില്ല, അഭിനയമില്ല, എല്ലാം ജെനുവിനാണ്. ദാറ്റ് ഈസ് വാട്ട് മേക്സ് ദ ബൈബിൾ യുണീക്ക്. ഇതാണ് വേദപുസ്തകത്തെ അതുല്യമാക്കുന്നതായ ഒരു കാര്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രോമിസ് കിട്ടിയിട്ട് പോകുന്ന സമയത്ത്, ഞാൻ ആഫ്രിക്കയിൽ ചില നാളുകൾക്ക് മുമ്പ് വളരെ കഷ്ടമായ സാഹചര്യത്തിലൂടെ കടന്നുപോയി. അത് ഡിസ്ക്രൈബ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അത് നോട്ടീസ് അടിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളൊരു സാധനമല്ല. എങ്കിലും ഞാൻ പറയട്ടെ, ഐ വാസ് മീറ്റിംഗ് ഡെത്ത് ഫേസ് ടു ഫേസ്. അത്ര ഒരൊറ്റ വാക്കുകൊണ്ട് ഞാൻ അങ്ങ് നിർത്തുകയാണ്. ഞാൻ മരണത്തെ മുഖാമുഖം കാണുന്നതായ ഒരു സ്റ്റേജ്. അങ്ങനെ എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, കഴിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. ഒരു വല്ലാത്ത സ്റ്റേജ്. ഞാൻ ടൗണിൽ നിന്ന് ഏകദേശം 250 കിലോമീറ്റർ അകത്ത് ഒരു വനത്തിലാണ്. അവിടെയുള്ള കുറച്ച് പാസ്റ്റേഴ്സിന് ക്ലാസ് എടുക്കുകയാണ്. എന്നിട്ടും ഞാൻ കഴിവതും ആ കഷ്ടതയിൽ ഇരുന്നുകൊണ്ട് തന്നെ അവർക്ക് ക്ലാസ് എടുക്കാനൊക്കെ പരിശ്രമിച്ചു. പക്ഷേ എന്നെ കൊണ്ടുപോയ ആളുകൾ അവസാനം ചിന്തിച്ചു, ഇനി താമസിച്ചാൽ ഞാൻ ചിലപ്പോൾ അവിടെ കിടന്ന് മരിച്ചു പോകുമെന്ന് ചിന്തിച്ചു. എൻ്റെ മറ്റൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, എനിക്ക് ടെലിഫോൺ വർക്ക് ചെയ്യുന്നില്ല, ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഹോസ്പിറ്റലില്ല, ഡോക്ടറില്ല, നേഴ്സില്ല, ഫാർമസി ഇല്ല, യാതൊന്നുമില്ല. അങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഞാനിങ്ങനെ ഉറങ്ങാതെ ഒരു വെളുപ്പിനെ 3 മണിയായപ്പോൾ കർത്താവ് എനിക്കൊരു വാഗ്ദത്തം തന്നു. ഇന്ന് കണ്ട മിസ്രൈമിനെ നീ നാളെ കാണുകയില്ല. എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങൊരു ദൈവശബ്ദം കേട്ടാൽ മതിയായിരുന്നു, എനിക്ക് വേറെ ഒന്നും വേണ്ട. കാര്യം മരിക്കുന്നതിനും നമുക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷേ ഒരു ദൈവശബ്ദം കേൾക്കണമായിരുന്നു. അങ്ങനെ ഞാൻ ദൈവശബ്ദം കേട്ടു. ഞാൻ സുഖമായിട്ട് ഉറങ്ങി. 5 മണിയായപ്പോൾ ഞാൻ എണീറ്റു. പക്ഷെ അപ്പോഴാണ് പ്രശ്നം അറിയുന്നത്, ഇന്നലെ കണ്ട മിസ്രൈമിന് അപ്പോഴും ഉണ്ടെന്ന്. ഇന്ന് കാണുന്ന മിസ്രൈമിനെ നീ കാണുകയില്ല എന്ന് വാഗ്ദത്തം കിട്ടി. പക്ഷേ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പറയുന്നു, ഞാൻ അതിനേക്കാൾ ക്ഷീണിതനാണ്, അതിനേക്കാൾ മരണത്തോടടുക്കുകയാണ്, അതിനേക്കാൾ തകർന്നിരിക്കുകയാണ്. അപ്പോഴെനിക്ക് ആകെപ്പാടെ സങ്കടമായിപ്പോയി. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ദൈവം എന്നെ കൈവിട്ടെന്ന്.
എനിക്ക് വാക്തത്വം ഇല്ലായിരുന്ന ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ വാക്തത്വം ചെയ്തിട്ട് വാക്ക് മാറുമ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത്, എന്ത്? എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തെന്ന്. ഇല്ലേ? എനിക്ക് ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ കൂടെയുള്ള ആളുകൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ല, അവർ പോർച്ചുഗീസാണ് സംസാരിക്കുന്നത്. ആകെ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നൊരു പയ്യനുണ്ട്, അവൻ ഇംഗ്ലീഷ് അറിയാം കുറച്ചൊക്കെ, ഞാൻ പറഞ്ഞാൽ അത് പോർച്ചുഗീസിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അറിയാം, എന്നാലും അവനങ്ങനെ ഇംഗ്ലീഷ് പ്രാർത്ഥിക്കാനും ഒന്നും അറിയത്തൊന്നുമില്ല. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ അവിടുത്തെ AGയുടെ സ്റ്റേറ്റ് സൂപ്രണ്ടൻ്റെ കൂടെ ഉണ്ട്, ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. പക്ഷേ പുള്ളി പോർച്ചുഗീസാണ് സംസാരിക്കുന്നത്. എനിക്ക് ആരെങ്കിലും ഒരാൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒന്ന് പ്രാർത്ഥിക്കണമെന്നെങ്കിലും ഉണ്ട്, അതുമില്ല. ആരുമില്ലാത്ത ഒരു സ്റ്റേജ്, ഫോണില്ല, വീടില്ല, 250 കിലോമീറ്റർ വനത്തിനകത്ത്. ദൈവം എന്നെ കൈവിട്ടെന്നുള്ളൊരു ചിന്ത. അവിടെ നിന്ന് ഞാൻ ഒടുവിൽ അവരെന്നെ ഒരു സ്റ്റേജിൽ ദേ ടുക്ക് മീ ബാക്ക്. 250 കിലോമീറ്റർ വന്നതിന് ശേഷമാണ് ഒരു ഫാർമസി കാണുന്നത് മരുന്ന് വാങ്ങിക്കാനായിട്ട്. അതിനിടയ്ക്കാണ് എനിക്ക് ജെസ്സിയുമായിട്ട് സംസാരിക്കാനും എല്ലാം പറ്റുന്നത്. എന്നാൽ ഈ അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയത് എനിക്ക് വലിയൊരു ഉപകാരമായി. എന്താ ഉപകാരം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ദൈവം കൈവിടുന്ന അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കൂടെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റി. ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പം, ഇതിനെക്കുറിച്ച് വിവരിച്ചപ്പോഴത്തേക്ക് നമ്മൾ ഈ ഭയങ്കര അഭിനയമൊക്കെ ആണെന്ന് ഞാൻ പറയുന്ന അതിൻ്റെ കാര്യം, ഇത് എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ പാസ്റ്റേഴ്സ് എല്ലാം കൂടെ ഇരുന്ന കൂട്ടത്തിൽ ഞാനിങ്ങനെ ആ പാസ്റ്റേഴ്സിനോട് വെറുതെ ഇരിക്കുകയാണ്, മീറ്റിങ്ങിലൊന്നും അല്ല. ഞാൻ മീറ്റിങ്ങിൽ അതങ്ങനെ പറയാൻ വലിയ എനിക്ക് ആഗ്രഹമില്ല. കാര്യം ആ ഒരു സ്റ്റേജൊക്കെ ഇതൊരു വലിയൊരു സാക്രിഫൈസ് ഒന്നുമല്ല, അതൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. കാൽവറി ക്രൂസിലേക്ക് നോക്കിയിട്ട് എന്തോന്ന് സാക്രിഫൈസ് ഒന്നുമല്ല. പക്ഷേ ഇതൊന്ന് ഡിസ്ക്രൈബ് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ ഒരു വലിയ സുഹൃത്ത് പാസ്റ്ററിനോട് ചോദിച്ചു, എന്നാലും സാജു, അതിനിടയിലും ഉയർന്നു വരുന്ന ഒരു ദൈവത്തിൻ്റെ സാന്ത്വനത്തിൻ്റെ ഒരു ശക്തി നമുക്ക് നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കാൻ പറ്റിയില്ലേ? ഞാൻ പറഞ്ഞു, എനിക്കൊന്നും പറ്റിയില്ല, എനിക്ക് ആകെപ്പാടെ വേദന മാത്രമേ അനുഭവിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഒരു ചിന്ത അങ്ങനെയൊന്നും പറയരുതെന്നാ. അങ്ങനെയൊന്നും പറയരുത്. അതിനിടയിലും ഉയർന്നു വരുന്നതായ ആ ദൈവത്തിൻ്റെ ഒരു സാന്ത്വനത്തിൻ്റെ ശക്തി നമുക്ക് അതിനിടയിൽ വ്യാപരിക്കുന്നത്. നമുക്ക് കുറച്ച് വാക്കൊക്കെ ഉണ്ട്. എനിക്ക് അന്നേരം ഒന്നും വ്യാപരിച്ചില്ല, എൻ്റെ ശരീരത്തിൽ ആകെ വ്യാപരിച്ചത് വേദന, അല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷെ കർത്താവ് എന്നോട് പിന്നീട് പറഞ്ഞു, എന്താണ് ഈ അവസ്ഥയിലൂടെ കടന്നു പോകാനുള്ള കാര്യം? കർത്താവിനോട് പറഞ്ഞു, നീ എപ്പോഴും വലിയ വാചകോടിയാണല്ലോ, ക്രൂശ് എടുക്കണം എന്നൊക്കെ. നീ എന്തോ ക്രൂശ് എടുത്തേച്ചാ ഈ ക്രൂശ് എടുക്കണം എന്നൊക്കെ പറയുന്നേ. അങ്ങനെ ചുമ്മാതെ പ്രസംഗിച്ച് സൂഹിക്കുകയൊന്നും വേണ്ട. ക്രൂശ് പ്രസംഗിക്കുകയാണെങ്കിൽ അല്പം ഒന്ന് അനുഭവിച്ചേച്ച് പ്രസംഗിച്ചാൽ മതി. ക്രൂശിൻ്റെ പ്രത്യേകത എന്താണ്? ക്രൂശിൻ്റെ പ്രത്യേകത ശരീരത്തിൻ്റെ വേദന, ക്രൂശിൻ്റെ പ്രത്യേകത ഹൃദയത്തിൻ്റെ നുറുക്കം, ക്രൂശിൻ്റെ പ്രത്യേകത ഒറ്റപ്പെടുത്തപ്പെടുന്ന ഒരു സ്റ്റേജ്. ഞാൻ പലപ്പോഴും ആലോചിച്ചു, ലോകത്തിൽ വേറെ എവിടെ എന്നെ കൊണ്ടിട്ടാലും എനിക്ക് ഒറ്റപ്പെടുത്തപ്പെടുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകത്തില്ല. നമുക്ക് ലോകത്തിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും സുഹൃത്തുക്കളുണ്ട്, ഓൾമോസ്റ്റ് എല്ലായിടത്തും. എവിടെ കൊണ്ടിട്ടാലും ഇത്രയും ഒറ്റപ്പെടുത്തപ്പെടത്തില്ല. അതിന് ദൈവം ഇത് അനുഭവിക്കാൻ എന്താണ് ഒരു കാട്ടിനകത്ത് കൊണ്ടിട്ടു, മരണത്തെ മുഖാമുഖം കാണിച്ചു. എന്തൊരു നല്ല കാര്യം, ഒറ്റപ്പെടുത്തപ്പെടുന്ന സ്റ്റേജ്. പിന്നെ കർത്താവ് പറഞ്ഞു, അതിൽ ഏറ്റവും ഉപരി ക്രൂശിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ദൈവം കൈവിട്ടുവെന്ന തോന്നലാണ്. അങ്ങനെ എല്ലാ രീതിയിലും ആ ക്രൂശിൻ്റെ ആ അവസ്ഥയുടെ ഒരു ചെറിയ നിലയിൽ എന്ന് പറയാൻ കാര്യമുണ്ട്. ദൈവം എന്നോട് പറഞ്ഞ വാക്ക് അത് തന്നെയാണ്. എന്ന് വെച്ചോണ്ട് നീ വലിയ ഞാനങ്ങ് ക്രൂശ് എടുത്തെന്നൊന്നും ചിന്തിക്കണ്ട. കടയിലൊക്കെ അലുവ വാങ്ങിക്കാൻ പോകുമ്പോൾ ഒരു കഷണം മുറിച്ച് തരുമല്ലോ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി, അത്രയും തന്നതേ ഉള്ളൂ, വേണമെങ്കിൽ ഇനിയും തരാമെന്ന്. നമ്മൾ കടയിൽ പോയി അലുവ വാങ്ങിക്കുമ്പോൾ ഒരു ചെറിയ കഷണം തരുമല്ലോ, ഒന്ന് നോക്ക് എന്ന് പറഞ്ഞ പോലെ ക്രൂശ് ഇങ്ങനെയൊക്കെയാണ്. ക്രൂശ് വേണമെങ്കിൽ ഇനിയും തരാമെന്ന്. പ്രിയമുള്ളവരെ, ക്രോസ് എക്സ്പീരിയൻസ് എന്ന് നമ്മൾ പറയുമ്പോൾ വി നീഡ് ടു നോ, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര എന്താണ്, ഇറ്റ് ഇസ് നോട്ട് എ സ്മോൾ തിങ്. അവിടെ ഉണ്ടാകുന്ന ഏറ്റവും മാനസികമായി നമ്മളെ തകർക്കുന്ന സ്റ്റേജ് ശരീരത്തിൻ്റെ വേദന തീർച്ചയായിട്ടും തകർച്ചയാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ശരീരത്തിൻ്റെ വേദനയൊന്നും അത്ര പ്രയാസമില്ല. നമ്മൾക്ക് ഇവിടുത്തെ വർത്തമാനം പറയും, എനിക്കതൊന്നും ഒരു വിഷയമല്ലെന്ന്. അനുഭവിക്കുമ്പോഴേ അറിയത്തുള്ളൂ വിഷയമാണോ ഇല്ലയോ എന്ന്.